ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആഫ്റ്റർ എഫക്ട്സിന്റെ ഒരു പാനലാണ് എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ് പാനലിൽ ഒരുപാട് എഫക്ട്സും അതുപോലെ തന്നെ എല്ലാ എഫക്ട്സും ആഫ്റ്റർ എഫക്ട്സിന്റെ മുഴുവൻ എഫക്ട്സും കണ്ടെയ്ൻ ചെയ്യുന്നത് എല്ലാം അതിലാണ് ഉള്ളത്. എല്ലാ എഫക്ട്സും അതിലാണ് ഉള്ളത്. അതിൽ ഒരു ഫോൾഡറാണ് ആനിമേഷൻ പ്രീസെറ്റ്, ആനിമേറ്റഡ് പ്രീസെറ്റ് എന്ന് പറയുന്നത്. ഈ ആനിമേറ്റഡ് പ്രീസെറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് ട്രാൻസിഷൻസും ഒരുപാട് പ്രീ ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്സ്റ്റ് ആനിമേഷൻസ്, ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് അതിലുണ്ട്. ഇതിലുള്ള ഓപ്ഷൻസ് എല്ലാം പ്രീ ആനിമേറ്റഡ് ആണ്. ഞങ്ങൾ ഒരുപാട് എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്ത് ഒരുപാട് സോളിഡ്സ് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഇതൊക്കെ പ്രീ ആനിമേറ്റഡ്, എല്ലാം അവിടെ തന്നെ ആനിമേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിൽ കുറച്ചൊക്കെ ആനിമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അഡോബ് തന്നെ പ്രൊവൈഡ് ചെയ്ത ഒരു ഓപ്ഷനാണ് ഈ ആനിമേറ്റഡ് പ്രീസെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ എങ്ങനെയാണ് ടെക്സ്റ്റ് ആനിമേഷൻസ്, ഒരു ആനിമേഷൻസ് ടെക്സ്റ്റിന് ജസ്റ്റ് കൊടുക്കുക, അതേപോലെ തന്നെ ഒരു സോളിഡ്സിന് എങ്ങനെയാണ് ആനിമേഷൻസ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പം ഞങ്ങൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ എഫക്ട്സ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പം ഞാനൊരു ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഒരു ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്കൊരു ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആനിമേറ്റഡ് പ്രീസെറ്റ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് സാധാരണ ഇപ്പോൾ ഞങ്ങൾ ആനിമേറ്റഡ് പ്രീസെറ്റ് അതിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി അത് ഞങ്ങൾ ഇവിടെ ആനിമേറ്റഡ് പ്രീസെറ്റ് ഓൺ ആണോ, ഈ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ് ഈ ഒരു പാനൽ ഓൺ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്തുക. ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ടിടുക. ഓക്കെ, ഈ ഒരു പാനൽ ഫസ്റ്റ് ഓണാക്കിയിട്ടിടണം, ഇവിടെ എനേബിൾ ചെയ്ത് ഇടണം. അതിനുശേഷം സാധാരണ ഇതിനു മുമ്പ് ഞങ്ങളൊക്കെ പഠിച്ചത് ഒരു സോളിഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തൊരു റെക്റ്റാങ്കിൾ അതേപോലെ തന്നെ ഒരുപാട് ഷേപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിന് പകരം ഒരു കറക്റ്റായിട്ടൊരു സോളിഡ്, ഇതൊരു ഷേപ്പ് ലെയറാണ്. ഒരു സോളിഡ് നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലെയർ ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ന്യൂവിൽ വന്നു കഴിഞ്ഞാൽ അവിടെ സോളിഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഈ കോമ്പോസിഷൻ്റെ അതേ സൈസാണ് ഇവിടെ കാണിക്കുന്നത്, അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അത് മീൻസ് കറക്റ്റ് അതിൽ ഫിറ്റ് ആയിട്ടുണ്ടാവും. ഇതിൻ്റെ സൈസും ഈ കോമ്പോസിഷൻ്റെ സൈസും ഒന്നാണ്, അതേപോലെ തന്നെ ഇതിൻ്റെ സൈസും ഒന്നാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിന് ഞങ്ങൾക്ക് ജസ്റ്റ് എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ ലെയറിൽ ന്യൂവിൽ വന്നു കഴിഞ്ഞാൽ സോളിഡിൽ ഇവിടെ കളർ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്ത് നിങ്ങൾക്ക് ഓക്കെ അടിക്കുമ്പോൾ ആ കളറായിരിക്കും ഇവിടെ സോളിഡായി വരുന്നത്. പക്ഷേ അത് ഇപ്പം ഞങ്ങൾ ഇവിടെ ബ്ലാക്ക് ഫസ്റ്റേ കൊടുത്തിരിക്കുന്നു. ഇനി ഇതന്നെ എഡിറ്റ് ചെയ്യണം. ഇത് ഡിലീറ്റ് ചെയ്ത് വേറൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഇത് തന്നെ ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലെയറിൽ സോളിഡ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സിൽ വീണ്ടും വരും. ഞങ്ങൾക്ക് സൈസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം, അതേപോലെ തന്നെ ഇവിടെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. ഞാനൊരു വൈറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഈ രണ്ടിൻ്റെ ഷോർട്ട് ഫോം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. Ctrl+Y ആണ് ഒരു സോളിഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. വേണ്ട സോളിഡ് ജസ്റ്റ് കളർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇതിനെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ Ctrl+Shift+Y കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്കതിനെ എഡിറ്റ് ചെയ്യാനും സാധിക്കും. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആനിമേറ്റഡ് പ്രീസെറ്റ് ഫസ്റ്റ് ഇവിടെ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ് പാനൽ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഒരു പാനലാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ് എന്ന പാനൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. 3D ചാനൽ, ഓഡിയോ, ബ്ലർ ആൻഡ് ഷാർപ്പൺ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണാം. ഇവിടെ ആനിമേഷൻ പ്രീസെറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ ഈ ഒരു ആരോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ട്രാൻസിഷൻസ് ഇതൊക്കെ ആനിമേറ്റഡ് ആണ്, ഓൾറെഡി ആനിമേറ്റ് ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ ആ ഒരു എഫക്റ്റ് ഞങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ഒരു സോളിഡ് ക്രിയേറ്റ് ചെയ്യണം, അതിലേക്കാണ് ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടും ട്രാൻസിഷൻസും ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വലിച്ച് ഇവിടെ ഇടാവുന്നതാണ്. അത് കിട്ടണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്ലോക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ വലിച്ച് ഇവിടെയും ജസ്റ്റ് ഇടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എഫക്ട്സ് അവിടെ അപ്ലൈ ആയി വരും. അതുമല്ലെങ്കിൽ
നിങ്ങൾക്ക് ഇവിടെ ആ ലെയർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഡബിൾ ടാപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇവിടെ എഫക്ട്സ് ആൻഡ് കൺട്രോൾ, ഇത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ വിൻഡോസിൽ എഫക്ട്സ് ആൻഡ് കൺട്രോൾ എനേബിൾ ആയോ എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് എഫക്ട്സ്, ഇതൊക്കെ ഞങ്ങൾക്കിവിടെ ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊക്കെ ഓൾറെഡി ചെയ്തു വെച്ച് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ളൊരു ആനിമേഷൻ പ്രീസെറ്റ് എന്നൊരു ഓപ്ഷൻ അഡോബ് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ഇതൊന്ന് ഞങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്ലേസിങ്ങിനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ റെഡ്, ഒരു പിങ്ക്, ശേഷം ഇവിടെ ഒരു വയലറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഇവല്യൂഷൻ ജസ്റ്റ് ഒന്നിങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കീ കൊടുത്തു, ഫസ്റ്റ് ഫ്രെയിമിൽ വന്നു 0 കൊടുക്കുന്നു, കണ്ടില്ലേ? ഇതിവിടെ ജസ്റ്റ് ഒന്ന് കീ കൊടുക്കുന്നു, ഓൾറെഡി അത് കീ കൊടുത്തിട്ടുണ്ടാവും, ബ്ലൂ കളർ കത്തി. ഓക്കെ, ഇത് ഇവിടെ കീ കൊടുത്തു ഫസ്റ്റ് ഫ്രെയിമിൽ, ഒരു ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ എവല്യൂഷൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ഞാനിത് ക്വാർട്ടർ അപ്ലൈ ചെയ്യുന്നു, ജസ്റ്റ് പ്ലേ എടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ? ഇങ്ങനെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്ന് ജസ്റ്റ് ബ്ലോക്സ് ആണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഒരുപാട് ഫ്രാക്റ്റൽ നോയ്സ് എന്ന് പറയുന്ന ഒരു എഫക്റ്റാണ് ഇതിൽ ടൈപ്പ് ചെയ്ത് കിട്ടും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഫ്രാക്റ്റൽ നോയ്സ് എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ്. ഇതൊക്കെ വഴിയെ നിങ്ങൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിലൂടെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ വേറൊരു 4 ലൈറ്റ്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, കണ്ടില്ലേ? ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട്. ഇത് ഞങ്ങൾക്കിവിടെ ഫുൾ കസ്റ്റമൈസ് ചെയ്യാം. ഇതിൻ്റെ കറക്റ്റ് കണ്ടില്ലേ? ഇങ്ങനെ ഒരുപാട് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാം. ഇങ്ങനെ ഒരു സ്മോക്ക് എഫക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ അഡീഷണലായി അവിടെ തന്നെ ഓൾറെഡി ചെയ്ത് വെച്ച് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള ഒരു ആനിമേഷൻ പ്രീസെറ്റ് എന്ന് വന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു, സോളിഡ് ഇങ്ങനെ ഇരിക്കട്ടെ, ഒരു ടെക്സ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഇവിടെ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കുന്നു, അതിനുശേഷം ചാനൽ നെയിം ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഇങ്ങനെയുള്ളൊരു എറർ പല സമയത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ക്യാപ്സ് ലോക്ക് ഓണാക്കിയിട്ടതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഓണാക്കി ടൈപ്പ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിടണം, അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ, അതിൻ്റെ ജസ്റ്റ് ഒന്ന് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ കളർ ഈ ഒരു കളർ ജസ്റ്റ് ഒന്ന് ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഫോണ്ട് ഞാൻ ഇമ്പാക്റ്റ്, ഈ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ ഇതൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യേണ്ടതെന്ന് മുമ്പത്തെ വീഡിയോയിൽ കറക്റ്റായി പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള വീഡിയോ ഒന്നും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും പോയി കാണാം. ഓക്കെ, ഇങ്ങനെ ഇതാക്കുന്നു. അതിനുശേഷം അലൈനിൽ ഓക്കെ, ഇതിന് ഇവിടെ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റിൽ വന്നതിന് ശേഷം ഇവിടെ ട്രാൻസിഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഇവിടെ ടെക്സ്റ്റിൽ ജസ്റ്റ് ഒരു ആരോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, ആനിമേറ്റ് ഇൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട ഒരു എഫക്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ
അതിനു മുമ്പ് ഞാൻ ഈ ഒരു കോമ്പോസിഷൻ്റെ ടൈം ജസ്റ്റ് ഒന്ന് ചേഞ്ച് വരുത്തണം. ഒരു 30 സെക്കൻഡ്സ് കൊടുക്കണം. ഇവിടെ കറക്റ്റായിട്ട് പ്ലേ ആവും. യു ക്ലിക്ക് ചെയ്യുകയാണെന്നെങ്കിൽ ആ ഒരു കീ എവിടെയാണ് ജസ്റ്റ് ഒന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്തതാണ്, കാരണം ഇതിൻ്റെ ടൈം ജസ്റ്റ് ഒന്ന് മാറ്റിയതുകൊണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട, ജസ്റ്റ് കണ്ടില്ലേ, ഇപ്പോൾ ഒരു ആനിമേഷൻ കിട്ടി. ജസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു, യു പ്രസ് ചെയ്യുന്നു, അതിനുശേഷം ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഇവിടെ ട്രാൻസ്ഫോമിൽ ഇത് കാണാത്തത് ഇവിടെ ആനിമേറ്റർ 1 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ഒരു ഫ്ലൈ ഇൻ ഫ്രം ബോട്ടം, ഇത് ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ, ഇങ്ങനെയുള്ളൊരു ആനിമേഷൻ. യു ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ഇവിടെ ആനിമേറ്റർ 1 ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരു എഫക്റ്റ് പോകുന്നതാണ്. അതിനുശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസിൽ ഞാൻ ടൈപ്പ് റൈറ്റർ ജസ്റ്റ് കണ്ടില്ലേ, ഇതൊക്കെ ഇപ്പോൾ ഇതിനെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്പീഡും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ആനിമേറ്റർ 1 വന്നതിന് ശേഷം ഇവിടെ കണ്ടില്ലേ, ഇതിൻ്റെ സ്പീഡ് ഇപ്പോൾ ഇവിടെയാണുള്ളത്. ഒരു 2 കീ ഫ്രെയിംസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിട്ടാണ്, അതിനുശേഷം ഫുള്ളാക്കിയിട്ടാണ്. ഇങ്ങനെയാണുള്ളത്. ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഇത് ആനിമേറ്റഡ് ആയതുകൊണ്ട് അത് കറക്റ്റ് ഇതിൻ്റെ കീ ഒക്കെ കൊടുത്തത് ചെയ്യുന്നു. അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു എഫക്ട്സ് ഒക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ജസ്റ്റ് ഒന്ന് ആനിമേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ കീ കൊടുക്കുക, അതിനുശേഷം ഇവിടെ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് 0 ഒക്കെയാണ്. ഇപ്പോൾ നേരെ ബാക്ക്വേർഡ് ആയിരിക്കും. കണ്ടില്ലേ, ഇതിപ്പോൾ ഈ രണ്ടും സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്താൽ ഈ രണ്ടും സെലക്ട് ആവുന്നതാണ്. കീ ജസ്റ്റ് ഓഫ് ആക്കിയിടുന്നു. ഇവിടെ ഫസ്റ്റ് കീ കൊടുക്കുന്നു, അതിനുശേഷം ഇവിടെ 100. ആ ഒരു ആനിമേഷൻ, ആ ഒരു ടൈപ്പ് റൈറ്റർ, ആ ഒരു ആനിമേഷൻ ഇവിടെ കിട്ടിയിരിക്കുന്നു. കണ്ടില്ലേ, ഇതിപ്പോൾ കുറച്ചും കൂടി സ്പീഡാക്കണമെങ്കിൽ എന്താ ചെയ്യുക, ഈ ഒരു കീ ഫ്രെയിം എടുത്ത് കുറച്ചും കൂടി അടുത്ത് വെക്കുക. അപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റാവും. കണ്ടില്ലേ, ഇനിയും കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു കീ ഫ്രെയിം കുറച്ചും കൂടി അടുത്ത് വെക്കുക. ഇത് കറക്റ്റായിട്ട് കുറച്ചും കൂടി നേരെ കാണണം. ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് കണ്ടില്ലേ, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഈ ഒരു ആനിമേറ്റഡ് പ്രീസെറ്റ് എന്നുള്ള ഈ പറയുന്ന ഈ ഒരു പാനലിൽ നിന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ ചെയ്തെടുക്കാൻ പറ്റും, ഒരുപാട് ആനിമേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് ഞങ്ങൾ ഈ ടൂൾസിൻ്റെ ഫസ്റ്റത്തെ ഈ ഒരു ഇത് ചെയ്തിരുന്നു. കറക്റ്റായിട്ട് ഈ 3 ടൂൾസ് കറക്റ്റ് ചെയ്തിരുന്നു. അടുത്ത വീഡിയോയിൽ ഈ 3 ടൂൾസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.